ചില സമയത്ത് നമുക്ക് മാഗിയൊക്കെ കഴിക്കുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ടാവില്ലേ? അങ്ങനെ ഒന്നാട്ടെ ഈ ചിക്കൻ വൈറ്റ് സോസ് പാസ്ത. അതിനായിട്ട് 100 ഗ്രാം ചിക്കൻ പെപ്പറും സോൾട്ട് ഇട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പാസ്ത വേവിക്കുക. വെള്ളം ചൂടായി വരുമ്പോൾ 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ ഓയിലും വെച്ച് പാസ്ത ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റ് അങ്ങോട്ട് വേവട്ടേന്നേ. സ്പൂൺ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ രണ്ടായി കട്ടാവണം, അതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. 2 സ്പൂൺ ബട്ടർ നന്നായി ചൂടായി വരുമ്പോൾ 1.5 സ്പൂൺ മൈദ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ഒരു 250 ml മിൽക്ക് ചേർക്കാട്ടോ. നന്നായി മിൽക്ക് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇത്തിരി പെപ്പറും ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടാം, പക്ഷേ നന്നായി എരിവ് കാണിക്കും, അതുകൊണ്ട് കുട്ടികളുള്ളവർ സൂക്ഷിക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ചീസ് ചേർത്ത് നന്നായി ഒന്ന് ഇളകി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ഇല്ലേ, അത് ഇതിലോട്ട് തട്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്തെ പാസ്ത വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ പാസ്ത കട്ടയാവാതിരിക്കാനേ ഹെൽപ്പ് ചെയ്യും. നന്നായി ഒരു ലിക്വിഡ് ഫോമിൽ വരും. പിന്നെ നന്നായി ഇളക്കി ഒരു തള വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒരു തള വരുത്തുക. ഈ തള വന്നതിലോട്ട് നമുക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഞാൻ കസ്തൂരി മേത്തി ഇട്ടത്. കുറച്ച് ഓവർ കുത്ത് വേണ്ട, കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് മുകളിലോട്ട് തൂക്കിയിട്ട് നമ്മുടെ പാസ്ത റെഡി. ഇത് നമുക്ക് ഗുപ്തൻ ചായ കുടിക്കുന്ന പോലെ ഊതി ഊതി കഴിക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് ടേസ്റ്റ് മിസ്സാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.